റിലയൻസ് അക്കാഡമിയിൽ നിന്ന് എല്ലാ വർഷവും ഒരു മലയാളി ടാലന്റ് അത് നിർബന്ധ. വയനാട്ടിൽ നിന്നും റിലയൻസ് അക്കാഡമിയിലേക്ക് ഇന്നത്തെ മസ്റ്റ് വാച്ച് ഔട്ടിന്റെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അലൻ സജിയെ കുറിച്ചാണ്. ഏപ്രിൽ 15 വയനാട് ജില്ലയിലെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് സജി സന്ധ്യ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി അലൻ സജി ജനിക്കുന്നത്. അലന്റെ ചേട്ടനെ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും, ഹൈദരാബാദിന്റെ സെന്റർ ബാക്കിൽ കളിക്കുന്ന അലക്സ് സജി. ചെറുപ്പത്തിൽ അലൻ ഫുട്ബോൾ കളിച്ചു തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ അലക്സ് തന്നെയാണ്. മാത്രമല്ല, ഒരു പ്രൊഫഷനാക്കി എടുക്കാം ഫുട്ബോൾ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഫാക്ടറും അലക്സ് തന്നെയാണ്. 6-ാം വയസ്സ് മുതൽ തന്നെ പന്ത് കളിച്ചു തുടങ്ങിയിട്ടുള്ള അലൻ 8-ാമത്തെ വയസ്സിലാണ് തൻ്റെ സ്വന്തം നാട്ടിലെ മീനങ്ങാടി പഞ്ചായത്ത് അക്കാഡമിയിൽ എത്തുന്നത്. അവിടുത്തെ ബിനോയ് കോച്ചാണ് അലൻ്റെ ആദ്യത്തെ കോച്ച്. ഫൗജു എന്ന് പറയുന്നൊരു കോച്ചിന്റെ കീഴിലും ആ ഒരു അക്കാഡമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അലൻ കളിച്ചിട്ടുണ്ട്. അലൻ്റെ 12-ാമത്തെ വയസ്സിലാണ് ബംഗളൂരുവിൽ വെച്ചിട്ട് റിലയൻസ് അക്കാഡമിയുടെ ഒരു ട്രയൽസിന് അറ്റൻഡ് ചെയ്യുന്നത്. ആ ട്രയൽസ് അലൻ സജി വിജയിക്കുകയാണ്. അങ്ങനെ അലൻ വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ബോംബെ നഗരത്തിലേക്ക് യാത്രയാകുകയാണ്. 12 വയസ്സുകാരനായിട്ടുള്ള ഒരു മലയാളി പയ്യൻ ഒരു ഗ്രാമത്തിൽ നിന്ന് മുംബൈ പോലെ ഒരു വലിയ നഗരത്തിലേക്ക് എത്തിയാൽ എന്താണ് സംഭവിക്കുക? മാതാപിതാക്കളോ സഹോദരനോ കൂട്ടുകാരോ ബന്ധുക്കളോ ഒന്നും കൂടെയില്ല. ഭാഷ അറിയില്ല, ഹോം സീക്ക്നെസ്, ഇതൊക്കെ അലനെ ആദ്യം വല്ലാണ്ട് വിഷമിപ്പിച്ചു. നിർത്തി വന്നാലോ എന്ന് വരെ തീരുമാനിച്ചു. ആ സമയത്താണ് അലന്റെ പിതാവായിട്ടുള്ള സജി അലനോട് പറയുന്നത്, നീ നിർത്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ പഠിച്ച് വലുതായി ഒരു സാധാരണ ജോലിയൊക്കെ നേടുമായിരിക്കും. അതല്ല, മറിച്ച് റിലയൻസ് അക്കാഡമി പോലെ കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചാൽ നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ കീഴടക്കാം. ആ വാക്കുകൾ അലന്റെ മനസ്സിൽ സ്വപ്നം കാണാനുള്ള പ്രേരണ നൽകി. 12-ാമത്തെ വയസ്സിൽ അലൻ റിലയൻസ് അക്കാഡമിയിൽ എത്തുമ്പോൾ അതുവരെ ഒരു ഫോർവേഡ് ആയിട്ട് കളിച്ചിരുന്ന താരത്തെ അന്നത്തെ റിലയൻസിന്റെ വിദേശ കോച്ചായിട്ടുള്ള മാർക്ക് വേസൻ ഒരു സെന്റർ ബാക്ക് റോളിലാണ് കളിപ്പിച്ചത്. ഒരു വർഷം സെന്റർ ബാക്ക് റോളിൽ കളിച്ചിരുന്ന അലൻ ഒരു സെന്റർ ഫോർവേഡ് റോളിൽ കളിക്കുന്നത് അണ്ടർ 13 ലീഗിൽ കെങ്കിരിക്കെതിരെ നടക്കുന്ന ഒരു മത്സരത്തിലാണ്. സക്ഷാം കോച്ച് എന്ന് പറയുന്ന ഒരു കോച്ചാണ് ആ റോളിൽ അദ്ദേഹത്തെ ആദ്യമായിട്ട് കളിപ്പിക്കുന്നത്. അതിനുള്ള കാരണം ടീമിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള ഒരു താരമായിരുന്നു അലൻ. അതുകൊണ്ട് ഒപ്പോണന്റ് ടീമിലെ താരങ്ങളെ പ്രസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആ റോളിൽ കളിപ്പിക്കുന്നത്. അവസരം മുതലാക്കുക എന്നൊക്കെ പറയത്തില്ലേ, സെന്റർ ഫോർവേഡ് ആയിട്ട് കളിപ്പിച്ചിട്ടുള്ള ആദ്യ കളിയിൽ തന്നെ അലൻ സജി ഹാട്രിക് സ്വന്തമാക്കി. അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ 4 ഗോൾ നേടി. അങ്ങനെ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിച്ചിട്ടുള്ള 3 മത്സരങ്ങളിൽ നിന്ന് അലൻ 7 ഗോളുകൾ നേടി. അങ്ങനെ അലന്റെ ടീം നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അലന്റെ കരിയറിൽ അദ്ദേഹത്തെ സെന്റർ ഫോർവേഡിൽ നിന്ന് മാറ്റാൻ ഒരു കോച്ചും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. റിലയൻസിലുള്ള സമയത്ത് വിദേശത്തുള്ള വിവിധ ലീഗുകൾ കളിക്കാൻ അലന് അവസരം കിട്ടി. അതിൽ സ്പെയിനിൽ 2 വട്ടം പോയി കളിച്ചു, UAE പോയി കളിച്ചു. 2 വർഷം ജപ്പാനിലെ സാനിസ് കപ്പ് ഒക്കെ കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ജപ്പാനിലെ ഒരു ഫേമസ് ടൂർണമെന്റ് ആണ് സാനിസ് കപ്പ്. 2023 ആ ഒരു ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി മാറാൻ അലന് സാധിച്ചു. അങ്ങനെ ആ ഒരു ടൂർണമെന്റിലെ ബെസ്റ്റ് 11ലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു. ഓർക്കുക, പല വിദേശ രാജ്യങ്ങളിലെയും യങ് ടാലൻസ് പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണത്. ഈ ഒരു സീസണിൽ RFDL-ലും മുംബൈ ലീഗിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് 30ഓളം ഗോളുകളാണ് അലൻ സജി നേടിയത്. എന്താണെങ്കിലും സാനിസ് കപ്പിലെ ഒരു പ്രകടനം കാരണം ജയിലി ക്ലബ്ബായിട്ടുള്ള ഷാനോൺ ബെൽമാരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിലേക്ക് അദ്ദേഹത്തെ ട്രയൽസിന് വിളിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ജപ്പാനിലായിരിക്കും ഉണ്ടാകുക. എന്താണെങ്കിലും ജെ ലീഗ് കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറട്ടെ അലൻ സജി എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്. ചെറുപ്പത്തിൽ അലൻ ഒരു കടുത്ത CR7 ആരാധകനായിരുന്നു. ഇപ്പോൾ സ്പോർട്ടിങ്ങിന്റെ സ്വീഡിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള വിക്ടർ യോക്രഷിന്റെ കളി കാണാനാണ് അലൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള വിവിധ ക്ലബ്ബുകളിൽ നിന്ന് ഓഫേഴ്സ് ഉള്ള അലൻ സജി ഒരു സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ തന്നെയാണ് ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ഒരു സെന്റർ ഫോർവേഡ് എന്ന നിലയിൽ ഒരു ഗോൾ അടി വീരനായി ലോങ് ടേം സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം അദ്ദേഹത്തിന് ആ ഒരു ജെ ലീഗിൽ കിട്ടണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു വിദേശ ലീഗിൽ കളിക്കണം, അങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന താരമാകണം എന്നുള്ളതാണ്. അങ്ങനെ രാജ്യത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ അലന് സാധിക്കട്ടെ എന്നുള്ളതാണ്. നമ്മുടെ നാഷണൽ ടീമിലെ സെന്റർ ഫോർവേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സിംഹാസനമാണ്. ആ ഒരു സിംഹാസനത്തിൽ നെഞ്ചും വിരിച്ചിരിക്കാൻ അലൻ സജി എന്ന് പറയുന്ന ഈ ഒരു വയനാടുകാരന് സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ്.